25-21 എന്ന ഡ്രാമയുടെ അവസാനത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ന്യൂയോർക്കിൽ ഒരു ഓപ്പണിംഗ് വന്നപ്പോൾ അപ്ലൈ ചെയ്തെങ്കിലും കിട്ടുമെന്ന് ഇജിൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നപ്പോൾ അവൻ ശരിക്കും അത്ഭുതപ്പെടുന്നു. പ്രതീക്ഷയില്ലാതെ ഇരുന്നത് കൊണ്ട് തന്നെ അവൻ ഹീതുവിനോടും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. അന്ന് തന്നെ അവൻ ഹീതുവിനെ വിളിച്ച് വിവരം പറയുന്നു. നാട്ടിലെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ മറ്റുമായി അടുത്ത മാസം വരുമെന്നും പറയുന്നു. അവൾ നേരത്തെ തന്നെ വിവരം അറിഞ്ഞിരുന്നതിനാൽ അവന്റെ ഈ വിളി പ്രതീക്ഷിച്ചിരുന്നതാണ്. നീ വരുന്ന സമയത്ത് മത്സരവുമായി ബന്ധപ്പെട്ട് ഞാൻ യൂറോപ്പിലായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രം അവൾ പറയുന്നു. വാക്ക് പാലിക്കാൻ കഴിയാത്തതിന് അവൻ സോറി പറഞ്ഞപ്പോൾ ഇനിയെങ്കിലും നീ എന്നോട് സോറി പറയുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് അവൾ ഫോൺ വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ജിവും കുറച്ചുകൂടി അറിയപ്പെടുന്ന നിലയിൽ സ്വന്തം ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ സമാനമായ താല്പര്യമുള്ള ആളുകളുടെ ഫോട്ടോ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുന്നു. അവന്റെ ഫാൻസിന്റെ എണ്ണവും ഒരുപാട് കൂടിയിട്ടുണ്ട്. തീരെ പ്രതീക്ഷിക്കാതിരുന്ന ഒരു ദിവസം യൂറിം അവന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. സ്വപ്നമാണോ സത്യമാണോ തിരിച്ചറിയാൻ അവന് കുറേ സമയം വേണ്ടി വന്നു. ഒന്ന് കിസ് ചെയ്ത് നോക്കിയ ശേഷമാണ് സത്യമാണെന്ന് അവൻ ഉറപ്പിച്ചത്. യൂറോപ്പിൽ മത്സരത്തിന് പോയിരുന്ന യൂറിം റഷ്യയിലേക്ക് പോകാതെ നേരെ അവിടേക്ക് വന്നതാണ്. ഹീതുവും ഇന്ന് വരും എന്നവൾ പറയുന്നു. യൂറിം ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ ഒരുമിച്ച് അന്ന് അവളുടെ പേരൻസിനെ മീറ്റ് ചെയ്യുന്നു. അവന്റെ അമ്മ ചെറുപ്പത്തിലെ ഡിവോഴ്സ് ആയതാണെന്ന് അറിഞ്ഞപ്പോൾ നിന്റെ അമ്മ നിന്നെ തനിച്ച് വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ട് കാണും, അതുകൊണ്ട് അമ്മയോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യൂറിമിന്റെ അച്ഛനും അമ്മയ്ക്കും അവരുടെ കാര്യത്തിൽ എതിർപ്പൊന്നുമില്ലായിരുന്നു. 1 മാസം കഴിഞ്ഞിട്ട് നാട്ടിലെത്തും എന്നറിയിച്ചിരുന്ന ഇജിൻ അന്നായിരുന്നു നാട്ടിലേക്ക് വന്നത്. ടാക്സി വിളിച്ച് ഓഫീസിലേക്ക് പോകുന്ന വഴി എന്തോ ആവശ്യത്തിനായി പെട്ടിയിൽ നിന്ന് ലാപ്ടോപ്പ് എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഹീതുവിന്റെ പെട്ടി മാറിയ വിവരം അവൻ അറിയുന്നത്. അവൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവുമെന്ന പ്രതീക്ഷയിൽ അവൻ വേഗം തിരികെ എയർപോർട്ടിലെത്തിയെങ്കിലും എയർലൈൻ ഓഫീസിൽ പെട്ടി ഏൽപ്പിച്ചിട്ട് ഹീതു പോയി കഴിഞ്ഞിരുന്നു. ഇജിൻ പെട്ടിയുമായി വരുന്നത് പ്രതീക്ഷിച്ച് വീട്ടിലിരിക്കായിരുന്ന ഹീതു കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ടപ്പോൾ ഓടിച്ചെന്ന് നോക്കുന്നുണ്ട്. പക്ഷെ പെട്ടി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ മടങ്ങിപ്പോകാൻ തുടങ്ങുന്ന ഇജിനെ കണ്ട് അവൾ വിളിക്കുന്നു. ഇത് പെട്ടി എയർപോർട്ടിൽ ഏൽപ്പിച്ചിട്ട് പോകാൻ കാരണം അവൾക്ക് അവനുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്നവൻ മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അവൻ അവളെ വിളിക്കാതെ മടങ്ങാൻ തുടങ്ങിയത്. നമുക്കിടയിലെ അകലം ഇത്രത്തോളമായിരിക്കുന്നു. നമ്മുടെ രണ്ടുപേരുടെയും കുറ്റമല്ല, അങ്ങനെ സംഭവിച്ചു പോയതാണെന്നൊക്കെ ഹീതു പറഞ്ഞെങ്കിലും ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഇജിൻ പറയുന്നു. ശരിയും തെറ്റുമെന്ന് പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്താനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലവ് ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതുമായി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ പിരിയുന്നതാണ് നല്ലത്. നമ്മൾ താമസിക്കുന്ന ഒരേ സ്ഥലത്ത് തന്നെ ആയതുകൊണ്ടും ഒരേ സുഹൃത്തുക്കൾ തന്നെ ഉള്ളതുകൊണ്ടും നമ്മൾ പലപ്പോഴും തമ്മിൽ കണ്ടെന്ന് വരാം. അപ്പോൾ തമ്മിൽ ഹലോ പറയാം. ഇപ്പോൾ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഹീതു പോകുന്നു. ഇജിനെ അത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ലെങ്കിലും അവൾ പറയുന്നത് അംഗീകരിക്കാനേ കഴിഞ്ഞുള്ളൂ. ഇജിൻ പോയി കഴിഞ്ഞപ്പോൾ ഹീതു കുറെ കരയുന്നുണ്ട്. ആകെ വിഷമിച്ച റൂമിലെത്തിയ ഇജിന് വിഷമിച്ചിരിക്കാൻ പോലും അധികം സമയം കിട്ടുന്നില്ല. ജോലിയുമായി ബന്ധപ്പെട്ട വിളികൾ വന്ന് അവന് ജോലി തിരക്കിൽ മുഴുകേണ്ടി വരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം അവൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് സെങ്വങ് അവനെ കണ്ടത്. അവൾ പുറത്തെവിടെ പോയി തിരികെ വരുന്നത് കണ്ട് ഇത്ര രാവിലെ എവിടെ പോയിട്ട് വരുന്നു എന്നവൻ ചോദിക്കുന്നു. ഞാൻ ഇന്നലെ പോയതാണ്, ഇപ്പോഴാണ് മടങ്ങി വരുന്നതെന്ന് അപ്പോഴും മദ്യലഹരി വിട്ടിട്ടില്ലാത്ത അവൾ പറയുന്നു. ഹീതുവും യൂറിമും വന്നിട്ടുണ്ട്, എല്ലാവരും ഇവിടെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടണ്ടേ എന്നവൾ ചോദിച്ചപ്പോൾ ഇജിൻ മറുപടി ഒന്നും പറയുന്നില്ല. അന്ന് രാത്രി തന്നെ ബാക്കി 4 പേരും ഒത്തുകൂടുന്നു. വരാൻ കഴിയില്ല എന്ന് ഇജിൻ സെങ്വങ്ങിന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചത് കണ്ട് കാരണം തിരക്കിയപ്പോഴാണ് ബ്രേക്കപ്പ് ആയ വിവരം ഹീതു അവരെ അറിയിക്കുന്നത്. 3 പേർക്കും അതൊരു ഷോക്കായിരുന്നു. അവന് ന്യൂയോർക്കിൽ സ്ഥിരം ജോലി ആയതും മറ്റും അവൾ അവരോട് പറയുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ അബദ്ധത്തിൽ ഹീതുവിന്റെ ഫോൺ കറിയിൽ വീഴുന്നു. അടുത്ത ദിവസം അവൾ മറ്റൊരു ഫോൺ വാങ്ങാനായി പോകുന്നു. ഫോൺ സെലക്ട് ചെയ്ത ശേഷം സിം മാറ്റിയിടാൻ നോക്കിയപ്പോഴാണ് അവളുടെ നമ്പറിൽ കപ്പിൾ പ്ലാൻ ആക്റ്റീവായി കിടക്കുകയാണ്. അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ 2 പേരുടെയും സമ്മതം ആവശ്യമാണ്. അതുകൊണ്ട് മറ്റേയാൾ കൂടി വന്നേ പറ്റുമെന്ന് കടക്കാരൻ അറിയിക്കുന്നത്. അവസാനം അയാളുടെ ഫോൺ തന്നെ വാങ്ങി ഹീതു ഇജിനെ വിളിച്ചു വരുന്നു. സമ്മതപത്രം ഒപ്പിടാനുള്ള സമയത്ത് അവരുടെ ഇരിപ്പ് കണ്ട് ആലോചിക്കാൻ കുറച്ചുകൂടി സമയം വേണമെന്ന് അയാൾ ചോദിച്ചെങ്കിലും 2 പേരും വേണ്ട എന്ന് പറഞ്ഞ് ഒപ്പുവയ്ക്കുന്നുണ്ട്. ഒരേ വഴിയായതുകൊണ്ട് മുമ്പിലും പുറകിലുമായാണ് അവർ മടങ്ങിയത്. ഇടയ്ക്ക് വെച്ച് നമ്മൾ ഈ ചെയ്യുന്നത് ശരി തന്നെയാണോ എന്ന് ഇജിൻ അവളോട് ചോദിക്കുന്നു. ശരിയാണ്, കഴിഞ്ഞ 6 മാസങ്ങളായി ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു എന്നവൾ പറഞ്ഞപ്പോൾ ഞാനില്ലാതെയല്ലേ നീ ആലോചിച്ചത് എന്നവൾ തിരിച്ചു ചോദിക്കുന്നു. ഇത്രയും കാലം നീ എവിടെയായിരുന്നു? എന്തിനാണ് എനിക്ക് തനിച്ച് ആലോചിക്കാൻ സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് ഹീതു കുറച്ച് ദേഷ്യത്തിൽ അവനോട് ചോദിച്ചപ്പോൾ ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. കൺമുന്നിൽ ദിവസവും എത്രയോ പേരാണ് മരിച്ചു വീഴുന്നത്. അവർക്കിടയിൽ ഞാൻ അനുഭവിക്കുന്നത് ആരോടും തുറന്നു പറയാൻ പോലും കഴിയാതെ ഓരോ ദിവസവും ഞാൻ കഴിച്ചുകൂട്ടിയതാണ്. നിന്നെ മിസ് ചെയ്യുന്നത് പോലും അവിടുത്തെ സാഹചര്യത്തിൽ ഒരു ലക്ഷറിയായാണ് എനിക്ക് തോന്നിയത് എന്നൊക്കെ അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. നമുക്കിടയിൽ ഒന്നും മറച്ചു വയ്ക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നത് നീ മറന്നുപോയോ? ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്നോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ, പിന്നെ നീ എന്തുകൊണ്ടാണൊന്നും പറയാതിരുന്നത് എന്നവൾ ചോദിക്കുന്നു. നിന്നോട് പറയുന്നത് കൊണ്ട് നിന്നെ കൂടി വിഷമിപ്പിക്കാമെന്നല്ലാതെ എന്താണ് പ്രയോജനം? എന്റെ ദുഃഖത്തിൽ നിന്നെ കൂടി വലിച്ചഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നവൻ പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ബ്രേക്കപ്പ് ആകേണ്ടി വരുന്നത്. നല്ല സമയത്ത് മാത്രമാണ് നമ്മൾ ലവേഴ്സായിട്ടുള്ളത്. മോശം സമയങ്ങളിൽ നമ്മൾ പരസ്പരം ഒരു ഭാരമാണെന്ന് അവൾ പറയുന്നു. അവൾ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഇജിൻ അവളെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്.
അവസാനം എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ പോലും വരാൻ പറ്റാത്ത അത്ര തിരക്കുള്ള ജോലിയാണ് അമ്മ ചെയ്യുന്നതെന്ന് കുട്ടിക്കാലത്ത് എനിക്ക് എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നിട്ടുണ്ട്. വളർന്നപ്പോഴും അമ്മയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു എൻ്റെ ജീവിതം മുഴുവൻ. അതുപോലെ തന്നെ ഉള്ള ഒരാളെയാണ് എനിക്കും ഡേറ്റ് ചെയ്യേണ്ടി വന്നത്. അമ്മ എന്നോട് ചെയ്തത് തന്നെയാണ് നീയും ഇപ്പോൾ എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷയോടെ കാത്തിരിക്കുക, അവസാനം നിരാശയാകുക എന്ന രീതി ജീവിതാവസാനം വരെ തുടർന്നുകൊണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നവൾ പറയുന്നു. നിനക്ക് കുറച്ചെങ്കിലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൂടെ എന്നവൻ ചോദിച്ചപ്പോൾ നീയാണ് എന്നെ ഒട്ടും മനസ്സിലാക്കാത്തത്. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് നിന്നെ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചവൾ ദേഷ്യപ്പെടുന്നു. ഇനി നിന്നോട് പറയുന്നതിൽ അർത്ഥമില്ല, ഇത് ഇങ്ങനെ തന്നെ അവസാനിക്കട്ടെ എന്ന് അവനും പറയുന്നു. പിന്നീട് നീ ഇതോർത്ത് ദുഃഖിക്കരുത് എന്നവൻ പറഞ്ഞപ്പോൾ ഞാൻ ദുഃഖിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അവൻ പലതവണ പുറകിൽ നിന്ന് വിളിച്ചെങ്കിലും അവൾ നിൽക്കുന്നില്ല. അങ്ങനെ അവിടെ വെച്ച് അവർ പൂർണ്ണമായും ബ്രേക്കപ്പ് ആവുകയാണ്. ട്രെയിനിങ് ക്യാമ്പിൽ മടങ്ങിയെത്തിയ ഹിതു സാധാരണ പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. കൂട്ടുകാരോടൊപ്പം കളിച്ചിരിച്ച് സമയം ചെലവഴിക്കുന്നുണ്ട്. എങ്കിലും ഇജിൻ അവളുടെ ഉള്ളിൽ ഒരു വേദനയായി ഇപ്പോഴും ഉണ്ട്. അവസാനം ഒരു ദിവസം ട്രെയിനിങ്ങിനിടയിൽ അവൾ തളർന്നു വീഴുന്നു. എല്ലാവരും കൂടി അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ബോധം വീണപ്പോൾ ട്രെയിനിങ്ങിനിടയിൽ നിനക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ആദ്യമായിട്ടാണല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അമ്മ അന്വേഷിക്കുന്നു. ഇജിനുമായി ബ്രേക്കപ്പായ വിവരം അവൾ അമ്മയോട് പറയുന്നു. അതാണോ നിന്റെ മനസ്സ് അലട്ടുന്നത്? എങ്കിൽ ഞാൻ അവനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ ഫോൺ എടുത്തെങ്കിലും അവൾ തടയുന്നു. നല്ലതുപോലെ ആലോചിച്ച ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് എനിക്ക് അതിൽ വിഷമമൊന്നുമില്ല. പക്ഷേ ഞാനത് അവസാനിപ്പിച്ച രീതി ശരിയായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നവൾ പറയുന്നു. പിന്നീട് തനിച്ചായപ്പോൾ അവസാനം ഇജിനോട് പറഞ്ഞ വാക്കുകൾ കുറച്ച് കൂടിപ്പോയി എന്ന കുറ്റബോധം തോന്നി അവൾ കരയുന്നു. നിന്നോട് അങ്ങനെയൊന്നും പറയണമെന്ന് ഞാൻ കരുതിയിരുന്നതല്ല, എനിക്ക് നിന്നോട് പറയാനുണ്ടായിരുന്നത് അതല്ല എന്നൊക്കെ അവൾ ഡയറിയിൽ കുറിക്കുന്നുമുണ്ട്. അസുഖം അറിയപ്പോൾ ഹിതു തിരികെ ട്രെയിനിങ് സെന്ററിലേക്ക് പോയത് ഇജിൻ വന്നിറങ്ങിയ അതേ ബസ്സിൽ തന്നെയാണ്. എങ്കിലും അവർ പരസ്പരം കാണുന്നില്ല. റൂമിലെത്തി ബാഗിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് മാറ്റിയപ്പോഴാണ് ഡയറി മിസ്സായ വിവരം അറിയുന്നത്. ബസ്സിൽ വെച്ച് ബുക്സ് എല്ലാം കൂടി താഴെ വീണപ്പോൾ തിരികെ പെറുക്കെടുക്കുന്ന കൂടെ മിസ്സായതായിരിക്കണമെന്ന് അവൾ ഊഹിക്കുന്നു. അന്ന് തന്നെ അവൾ ബസ് സ്റ്റാൻഡിലെത്തി ആ ബസ്സിന്റെ ഡ്രൈവറോട് ഡയറി കിട്ടിയിരുന്നെന്ന് അന്വേഷിക്കുന്നു. കിട്ടിയിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ആരെങ്കിലും എപ്പോഴെങ്കിലും തിരികെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ അഡ്രസ്സിൽ അയച്ചു തരണം എന്ന് പറഞ്ഞ അഡ്രസ്സും അവിടെ ഏൽപ്പിച്ചിട്ടാണ് അവൾ മടങ്ങിയത്. ഇജിൻ ന്യൂയോർക്കിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. നിന്റെ ഈ പെൻസിൽ ബോക്സ് മാറ്റാൻ സമയമായി എന്ന് പറഞ്ഞ് പുതിയ പെൻ പൗച്ച് അവന്റെ സീനിയർ അവന് ഗിഫ്റ്റായി നൽകുന്നുണ്ട്. അവൻ ഇപ്പോൾ പലപ്പോഴും ഉറക്കത്തിൽ ഹിതുവിനെ സ്വപ്നം കണ്ടുണ്ടെന്ന് കരയാറുണ്ട്. ന്യൂയോർക്കിലേക്ക് പോകുന്നതിന്റെ തലേദിവസം റൂം വഴിയാനായി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെൻമങ്ങിന്റെ അമ്മ അവിടെ എത്തി അവൻ പോകുന്നതിന്റെ വിഷമം പങ്കുവെക്കുന്നു. വേസ്റ്റ് കളയാനായി ഗേറ്റിന് പുറത്തിറങ്ങിയ അവൻ അവിടെ ഒരു കൊറിയർ ഇരിക്കുന്ന കണ്ട് അതെടുത്ത് നോക്കുന്നു. ഹീതുവിന്റെ മിസ്സായ ഡയറി ആയിരുന്നു അതിൽ. ഹീതു അതിനുള്ളിൽ അവന്റെ ഒരു ID കാർഡ് ഒട്ടിച്ചു വെച്ചിരുന്നത് കൊണ്ടാണ് അവന്റെ അഡ്രസ്സിലേക്ക് വന്നത്. മുമ്പൊരിക്കൽ അവന്റെ പേഴ്സിൽ 2 ID കാർഡ് ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരെണ്ണം അവൾ ചോദിച്ചു വാങ്ങിയിരുന്നു. ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് കരുതി ഇജിൻ പുതിയതെടുത്തതായിരുന്നു. പക്ഷെ പിന്നീട് അവിടെ ഇരുന്ന് പഴയത് തിരികെ കിട്ടിയത് കാരണമാണ് അവന്റെ കയ്യിൽ 2 എണ്ണം വന്നത്. അവൻ അകത്ത് പോയെന്ന് ഡയറി വായിക്കുന്നുണ്ട്. താൻ അടുത്തില്ലായിരുന്ന ഓരോ അവസരങ്ങളിലും ഹീതു അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും തങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾ എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്തിരുന്നു ഒക്കെ അവൻ അതിലൂടെ നന്നായി മനസ്സിലാക്കുന്നു. ഓരോ പേജ് വായിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. നിന്നോട് അങ്ങനെയൊന്നും പറയണം എന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല എന്നവൾ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് എഴുതിയതും അതിലുണ്ടായിരുന്നു. ഇത് ട്രെയിനിങ്ങിനിടയിൽ വിശ്രമിക്കാതിരുന്നപ്പോഴാണ് ഇജിൻ ഇന്നാണ് പോകുന്നത് എന്ന് നീ അറിഞ്ഞിരുന്നോ എന്നുള്ള സെഗ്മങ്ങിന്റെ മെസ്സേജ് അവൾ കണ്ടത്. അത് കണ്ടിട്ടില്ല എന്ന മട്ടിൽ അവൾ വീണ്ടും ട്രെയിനിങ് ചെയ്യാനായി തയ്യാറെടുക്കുന്നുണ്ട്. എങ്കിലും അവൾക്കതിന് കഴിയുന്നില്ല. കയ്യിൽ നിന്നെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഓടുന്നു. ഇതിനപ്പോഴേക്കും ബസ് സ്റ്റോപ്പിൽ എത്തിയിരുന്നു. എന്തുകൊണ്ടാണ് ഹിതു ബ്രേക്കപ്പ് ആകാമെന്ന് പറഞ്ഞത് എന്നവൻ ഇപ്പോൾ നന്നായി അറിയാം. അവസാനമായി തമ്മിൽ കണ്ടപ്പോൾ അവളോട് പറഞ്ഞു തൊട്ട് ശരിയായില്ല എന്ന് തോന്നിനാൽ അവനും അവളെ അന്വേഷിച്ച് എഴുന്നിട്ട് ഓടുന്നുണ്ട്. നമ്മുടെ ബന്ധം അവസാനിപ്പിക്കേണ്ടത് ഇങ്ങനെ മോശം രീതിയിലല്ല എന്ന് ഓട്ടത്തിനിടയിൽ അവൻ ചിന്തിക്കുന്നുണ്ട്. അവൻ താമസിക്കുന്ന സ്ഥലത്തേക്കും അവൻ അവളുടെ വീട്ടിലേക്കുമാണ് ഓടിയത്. പക്ഷെ രണ്ടുപേർക്കും തമ്മിൽ കാണാൻ കഴിയുന്നില്ല. ഇതിന് അവിടെ നിന്നുകൊണ്ട് അവളുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും ധൃതി വെച്ച് ഓടുന്നതിനിടയിൽ അവൾ ട്രെയിനിങ് സെന്ററിൽ നിന്ന് ഫോൺ എടുത്തിരുന്നില്ല. ആകെ നിരാശനായി ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴാണ് അവൻ അവിടെ വെച്ചിരുന്ന പെട്ടിക്കരികിൽ ഹീതു നിൽക്കുന്നത് കണ്ടത്. സങ്കടം സഹിക്കാൻ കഴിയാതെ അവൻ തിരിഞ്ഞു നിന്ന് കരയുന്നുണ്ട്. അപ്പോഴേക്കും അവളും അവനെ കാണുന്നു. ഇജിൻ പാടുപെട്ട് കരച്ചിലടക്കി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവനെ തിരികെ വന്നതാണെന്ന് പറയാതെ ഇതുവഴി പോയപ്പോൾ നിന്റെ പെട്ടിയിരിക്കുന്നത് കണ്ട് നോക്കിയതാണ് എന്നാണ് ഹിതു പറഞ്ഞത്. രണ്ടുപേരും പരസ്പരം എന്തൊക്കെയോ പറയുന്നുണ്ട്. അവളുടെ ഷൂലേസ് അഴിഞ്ഞു കിടക്കുന്ന കണ്ട് അവനത് കെട്ടിക്കൊടുക്കാനായിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അവന്റെ നിയന്ത്രണം വിട്ട് കരഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴേക്കും ഹീതുവും കരയാൻ തുടങ്ങിയിരുന്നു. ഇജിൻ എഴുന്നേറ്റ് അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഹീതുവും പൊട്ടിക്കരയുകയാണ്. പിരിയുന്നതിൽ സഹിക്കാൻ കഴിയാത്ത വിഷമമുണ്ടെങ്കിലും ഈ സ്നേഹം എന്ന് നിലനിൽക്കാൻ ഞങ്ങൾ പിരിയുന്നതാണ് നല്ലത് എന്ന് രണ്ടുപേർക്കും പൂർണ്ണ ബോധ്യമായിരിക്കുന്നു. അവിടെ വെച്ച് രണ്ടുപേരും ഗുഡ് ബൈ പറഞ്ഞ് പിരിയുകയാണ്. 7 വർഷങ്ങൾക്ക് ശേഷമുള്ള കാലമാണ് പിന്നീട് കാണിക്കുന്നത്. പ്രായം കൂടി വരുന്നതിനാൽ ഇനിയെങ്കിലും എനിക്ക് കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ ഹിതുവിൻ്റെ അമ്മ ജോലിയിൽ നിന്ന് വിരമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർക്ക് പകരം വയ്ക്കാൻ അവരുടെ അത്രയും കഴിവുള്ള ആരെയും ഇതുവരെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റാരെങ്കിലും അവരുടെ സ്ഥലത്തേക്ക് കണ്ടെത്തി തന്നിട്ട് മാത്രമേ റിസൈൻ ചെയ്യാവൂ എന്ന് ചെയർമാൻ പറഞ്ഞപ്പോൾ അവർ ഇജിന്റെ പേര് നിർദ്ദേശിക്കുന്നു. അവൻ തീരെ ചെറുപ്പമല്ലെന്ന് പലരും അഭിപ്രായം പറഞ്ഞെങ്കിലും അതുകൊണ്ട് തന്നെയാണ് അവനെ സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. 10 വർഷമായി അവൻ നമ്മുടെ കൂടെയുണ്ട്, കാണാനും തെറ്റില്ല. അങ്ങനെയുള്ള ഒരാളെയാണ് ഇപ്പോൾ ആവശ്യം എന്നവർ പറയുന്നു.
അവസാനം ചെയർമാൻ അവരുടെ നിർദ്ദേശം അംഗീകരിക്കുന്നു. അങ്ങനെ 7 വർഷങ്ങൾക്ക് ശേഷം ആങ്കറായി ഇജിൻ തിരികെ നാട്ടിലെത്തുന്നു. അത്രയും നാൾ സമ്പാദിച്ചതും ലോൺ എടുത്തുമെല്ലാം അവൻ സിറ്റിയിൽ തന്നെ ഒരു വീട് വാങ്ങി അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിരുന്ന പോലെ അവരെ തിരികെ അവിടെ എത്തിക്കുന്നു. 11 വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തുണ്ട്. അടുത്ത ദിവസം തന്നെ അവൻ ആങ്കറായി ജോലിക്ക് കയറുന്നു. ഹിതുവിൻ്റെ അമ്മ അവൻ്റെ അടുത്തേക്ക് ചെന്ന് പ്രത്യേക കൺഗ്രാജുലേഷൻ അറിയിച്ചപ്പോൾ അവരെ പോലെ ആവുകയാണ് എൻ്റെ സ്വപ്നം, അതിൻ്റെ അവസരം ഉണ്ടാക്കിയതിന് നന്ദിയുണ്ട് എന്നവൻ പറയുന്നുണ്ട്. ഹിതുവിൻ്റെ കോച്ച് നാഷണൽ ടീമിൻ്റെ കോച്ച് സ്ഥാനം വേണ്ടെന്ന് വെച്ച് പഴയ സ്കൂളിൽ തിരികെ എത്തിയിരിക്കുകയാണ്. നാഷണൽ ടീം അംഗങ്ങൾ എല്ലാം വളരെ മുതിർന്നവരാണ്. അവരാരും ഞാൻ പറഞ്ഞാൽ അനുസരിക്കുകയില്ല, ഭയങ്കര ബോറിംഗ് ആണ്. ഇവിടെ ആകുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് എന്നൊക്കെ കോച്ച് ഹീതു ഒരിക്കൽ കാണാനെത്തിയപ്പോൾ പറയുന്നു. ഹീതു അടുത്തായി മത്സരിക്കാൻ പോകുന്നത് സാൻ ഫ്രാൻസിസ്കോയിലാണ്. മത്സരം കഴിഞ്ഞ് വരുമ്പോൾ റിട്ടയർ ചെയ്താലെന്ന് ആലോചിക്കുകയാണ്. 20 വർഷമായി ഞാൻ ഈ ഫീൽഡിലല്ലേ, ഇപ്പോൾ മടുത്തു തുടങ്ങിയിരിക്കുന്നു, വിജയങ്ങൾ ഇപ്പോൾ ഒട്ടും ത്രില്ലടിപ്പിക്കുന്നില്ല എന്നൊക്കെ അവൾ കോച്ചിനോട് പറയുന്നു. അതിനിത്ര സംശയിക്കേണ്ട ആവശ്യം എന്താണ്? ഒരു അത്ലറ്റ് റിട്ടയർ ചെയ്യുമ്പോഴുള്ള ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയാം, നാളെ മുതൽ ട്രെയിനിങ് ചെയ്യേണ്ട എന്നുള്ളതാണ് എന്ന് കോച്ച് ചിരിയോടെ പറയുന്നു. സെങ്വങ് ഇപ്പോൾ ഒരു TV ഷോയുടെ അസിസ്റ്റന്റ് പ്രൊഡ്യൂസറായി വർക്ക് ചെയ്യുകയാണ്. അവൾക്ക് മിക്ക ദിവസവും 2 മണിക്കൂർ പോലും ഉറങ്ങാൻ കിട്ടില്ല. അങ്ങനെ തിരക്കുള്ള ഒരു ദിവസമാണ് അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞ അമ്മയുടെ ഫോൺ വന്നത്. ഹീതുവും യൂറിമും ജിവുങ്ങും ചടങ്ങുകൾക്ക് എത്തുന്നുണ്ട്. സെങ്വങ്ങിന്റെ അച്ഛൻ 2 വർഷമായി കിടപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛന്റെ നരകയാതന അവസാനിച്ചു എന്ന് കരുതി അവൾ ആശ്വസിക്കുന്നു. അവർ 4 പേരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹീതുവിന്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. യൂറിമും ജിവുങ്ങും അടുത്ത് തന്നെ വിവാഹിതരാവാൻ പോവുകയാണ്. പക്ഷേ ഇതുവരെ അവൻ പ്രപ്പോസൽ ചെയ്തിട്ടില്ല എന്ന പരാതി ഇടയ്ക്ക് യൂറിം പറയുന്നുണ്ട്. ഹീതു അടുത്ത ആഴ്ചയാണ് സാൻ ഫ്രാൻസിസ്കോയിലും മത്സരത്തിനായി പോകുന്നത്. ഗോൾഡ് മെഡൽ നേടുമെന്ന് എന്നവർ ചോദിച്ചപ്പോൾ വേറെ ആരും നേടാനാണ്, യൂറിം ഇപ്പോൾ മത്സരിക്കുന്നില്ലല്ലോ എന്ന് ഹീതു പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. അവരെല്ലാം പോയ ശേഷമാണ് ഇജിൻ അവിടെ എത്തിയത്. ഡൊണേഷൻ ബോക്സിന് അടുത്തുള്ള ബുക്കിൽ പേരെഴുതാൻ തുറന്നപ്പോൾ ഹീതുവിൻ്റെയും മറ്റുള്ളവരുടെ പേരെഴുതിക്കുന്നത് അവൻ കാണുന്നുണ്ട്. സെങ്വങ് കുറേ കാലത്തിന് ശേഷമായിരുന്നു അവനെ കാണുന്നത്. അവന് ഭക്ഷണം കൊടുക്കുന്ന കൂട്ടത്തിൽ അവൾ അടുത്തിരുന്ന് വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. അവളുടെ ലൈഫ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഒട്ടും ഫണ്ണല്ല എന്നാണ് അവൾ പറഞ്ഞത്. 10 വർഷം മുമ്പ് നീ തന്നെയാണല്ലോ പറഞ്ഞത് എന്നവൻ അപ്പോൾ കളിയായി പറയുന്നുണ്ട്. ഡൊണേഷൻ ബുക്കിൽ മറ്റ് 3 പേരുടെ പേര് കണ്ടിരുന്നു. അവരൊക്കെ സുഖമായിരിക്കുന്നു എന്നവൻ ചോദിക്കുന്നു. എല്ലാവരും സുഖമായി മുന്നോട്ട് പോകുന്നു. ജിവോങ് ഒരു ഫാഷൻ വെബ്സൈറ്റ് തുടങ്ങിയത് ഇപ്പോൾ ബിസിനസ്സാക്കി മാറ്റിയിരിക്കുകയാണ്. പല നല്ല ബ്രാൻഡുകളുടെയും ഡ്രസ്സ് അവൻ്റെ സൈറ്റിലുണ്ട്. അവന് സ്വന്തമായും ഡ്രസ് ബ്രാൻഡുണ്ട്. അങ്ങനെ സക്സസ്ഫുള്ളായ ഒരു ബിസിനസ്മാനായി അവൻ മുന്നോട്ട് പോകുന്നു. യൂറിം റിട്ടയർ ചെയ്തിട്ട് 2 വർഷമായിരിക്കുന്നു. അവളിപ്പോൾ ഇവിടെ ഒരു ഫെൻസിങ് അക്കാഡമി നടത്തുകയാണ്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ളത് കൊണ്ട് തന്നെ ധാരാളം കുട്ടികളുമുണ്ട്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. എക്സ് ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് അറിയണോ എന്ന് അവൾ ചോദിച്ചപ്പോൾ അത് ഞാൻ ന്യൂസിലൂടെ അറിഞ്ഞോളാം എന്നവൻ ചിരിയോടെ പറയുന്നു. ഇജിൻ അവിടുന്ന് മദ്യപിക്കുന്നതിനാൽ അവനെ പിക്ക് ചെയ്യാനായി അവൻ ഡ്രൈവറെ വിളിപ്പിക്കുന്നു. ഡ്രൈവറായി വന്നത് അവൻ്റെ അനിയനാണ് എന്നറിഞ്ഞപ്പോൾ സെങ്വങ് ശരിക്കും അമ്പരക്കുന്നു. അന്ന് ബീച്ചിലേക്ക് ടൂർ പോയപ്പോൾ കണ്ടതിന് ശേഷം ഇപ്പോഴാണ് അവൾ അവനെ കാണുന്നത്. എനിക്കിപ്പോൾ 26 വയസ്സായി, ഞാൻ വളരുന്നത് കാത്തിരിക്കാമെന്ന് അന്ന് പറഞ്ഞതല്ലേ, ഇനിയും എന്നെ കാത്തിരിക്കണോ എന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ ശരിക്കും ത്രില്ലടിക്കുന്നു. ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതം ശരിക്കും ഫണ്ണാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ നമ്പർ വാങ്ങുന്നു. അക്കാഡമിയിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വേഷത്തിൽ യൂറിമിന് സർപ്രൈസ് കൊടുത്തുകൊണ്ട് ജിവുങ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ പ്രപ്പോസ് ചെയ്യുന്നു. യൂറിം സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന മത്സരത്തിലും ഹീതു ഗോൾഡ് മെഡൽ നേടുന്നു. അന്ന് ഇജിൻ അവളെ ഇൻ്റർവ്യൂ ചെയ്ത വീഡിയോ ആണ് മിഞ്ചെ കാണുന്ന രീതിയിൽ നമ്മൾ മുമ്പ് കണ്ടത്. ആ മത്സരം കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ ഹീതു വിരമിക്കുകയാണ് എന്നുള്ള കാര്യം പത്രസമ്മേളനം വിളിച്ചറിയിക്കുന്നു. 20 വർഷത്തെ കരിയറിനിടയിൽ ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷം ഏതാണെന്ന് അവർ ചോദിച്ചപ്പോൾ യൂറിമിനെതിരായി മത്സരിക്കാൻ കഴിഞ്ഞ നിമിഷങ്ങളാണ് എന്നവൾ പറയുന്നു. അവൾക്ക് ആശംസകൾ അർപ്പിക്കാനായി അവിടെ എത്തിയിരുന്ന യൂറിം അത് കേൾക്കുന്നുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൾ ഹീതുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു. സന്തോഷം കണ്ട് രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അമ്മയുടെ റിട്ടയർമെൻറ്റ് ന്യൂസും മിഞ്ചെ ഫോണിൽ കാണുന്നുണ്ട്. ഇജിൻ്റെയും ഹീതുവിൻ്റെയും ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന പഴയ ബുക്ക് സ്റ്റോർ ഇപ്പോൾ ബിസിനസ് ഇല്ലാത്തതിനാൽ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സാധനങ്ങൾ വാരിയിറങ്ങുന്ന കൂട്ടത്തിലാണ് ഹീതുവിനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് ന്യൂയോർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇജിൻ അവിടെ ഏൽപ്പിച്ചിരുന്ന അവളുടെ ഡയറി അതിൻ്റെ ഉടമ കണ്ടത്. അത് നൽകാൻ അദ്ദേഹം മറന്നുപോയിരുന്നു. ഡയറിയുമായി അദ്ദേഹം ഹീതുവിൻ്റെ പഴയ വീട്ടിലെത്തുന്നു. മിഞ്ചയുടെ കയ്യിലാണ് ഡയറി കിട്ടിയത്. എവിടെയെല്ലാം തിരിഞ്ഞിട്ടും കണ്ടുകിട്ടാതിരുന്ന ഡയറി പെട്ടെന്ന് കയ്യിൽ കിട്ടിയപ്പോൾ അവൾക്ക് സന്തോഷം കൊടുക്കാൻ കഴിയുന്നില്ല. അവൾ അമ്മയുടെ അടുത്ത് പോയി വീണ്ടും ബാലറ്റ് ഡാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നറിയിക്കുന്നു. അമ്മ അനുഭവിച്ചതുപോലെ ബാലറ്റിലൂടെ സന്തോഷവും സങ്കടവും എല്ലാം അനുഭവിച്ചറിയാൻ എനിക്കും ഇപ്പോൾ ആഗ്രഹമുണ്ട് എന്ന് അവൾ പറഞ്ഞപ്പോൾ ഹീതു ചിരിക്കുന്നു. പോകുന്നതിന് മുമ്പ് അവളുടെ പഴയ ഡയറി മിഞ്ചെ അമ്മയെ ഏൽപ്പിക്കുന്നു. എനിക്കത് തുറന്ന് വായിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. ഇനി ഞാൻ എൻ്റെ സ്വന്തം കഥ എഴുതാൻ പോവുകയാണെന്നും അവൾ അമ്മയോട് പറയുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ ഡയറി തിരികെ കിട്ടിയത് ഹീതുവിനെ കുറിച്ച് അമ്പരപ്പിക്കുന്നുണ്ട്. ഡയറിയിൽ അവസാന പേജിൽ അവൾ എഴുതിയതിന് താഴെയായി നിന്നോടും അങ്ങനെയൊന്നും പറയണം എന്ന് ഞാൻ കരുതിയിരുന്നതല്ല, എന്നോട് ക്ഷമിക്കണമെന്ന് ഇജിന് എഴുതിയിരുന്ന് അവൾ കാണുന്നു. തങ്ങൾ ബ്രേക്കപ്പായ ആ സ്ഥലത്തേക്ക് അവൾ ഡയറി കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നീയുമായി ബ്രേക്കപ്പായ തീരുമാനം എന്നെ ഒരുപാട് കാലം വേട്ടയാടിയിരുന്നു.
അത് ചേഞ്ച് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ ആ ടണലിന്റെ ഉള്ളിലേക്ക് കയറുന്നു. മറുവശത്ത് ഇജിൻ അപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട് എന്നവൾക്ക് തോന്നി. തനിച്ചു വളർന്ന എനിക്ക് നീ അടുത്തുണ്ടായിരുന്നപ്പോൾ കിട്ടിയതുപോലെ ഒരു സുരക്ഷിതത്വം ഒരിക്കലും കിട്ടില്ല എന്നാണ് അന്ന് ഞാൻ ശരിക്കും പറയാൻ ആഗ്രഹിച്ചത് എന്നവളും, നീ അന്ന് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അത്രയും പ്രതിസന്ധികൾ എനിക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞത് എന്ന് അവനും പരസ്പരം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. പറയാൻ ബാക്കിയുണ്ടായിരുന്നെല്ലാം പറഞ്ഞ് ഇജിനെ യാത്രയാക്കിയ ശേഷം അവൾ അവിടെ നിന്ന് മടങ്ങുന്നിടത്ത് 25-21 എന്ന ഈ ഡ്രാമ അവസാനിക്കുകയാണ്.